ഈ ഒരു തെളിവ് വെച്ച് അച്ഛനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? ഞാനും അത് ആലോചിക്കുന്നത്. തെളിവുകളെല്ലാം നിരത്തി ദാസേട്ടൻ നിരപരാധിയാണെന്ന് തെളിയിച്ചാലും ശരിക്കും പ്രതി അപ്പോൾ ആരാണെന്നുള്ള ചോദ്യം ബാക്കിയാവും. ഒന്നുകൂടി അന്വേഷിക്കാൻ കോർട്ട് ഓർഡർ ഉണ്ടായാലും ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച പ്രതി രക്ഷപ്പെടുകയുള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് രമാമയും ഭദ്രമാമനും എങ്ങനെ അവിടെ എത്തി, എന്തിനവിടെ വന്നു, ആ കൊട്ടാരവും തമ്മിൽ ഇവർക്കെന്താ ബന്ധം? പിന്നെ കൊട്ടാരത്തിലെ തമ്പുരാനെയും തമ്പുരാട്ടിയും തട്ടിയതുൾപ്പെടെ എല്ലാം എല്ലാവരും അറിയും. അടുത്ത ആഴ്ച വിചാരണ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വേണം മനസ്സിലുള്ള ചില സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ. എന്താണ് ഐശ്വര്യ മേഡം, വലിയ ആലോചനയിലാണല്ലോ? വലിയ ആലോചനയിൽ തന്നെയാ. അത് വേറൊന്നുമല്ല, നമുക്ക് പുതിയ എന്തെങ്കിലും ബിസിനസ് കൂടി തുടങ്ങിയാലോ? എന്ത് ബിസിനസ് തുടങ്ങാൻ? ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്കിപ്പോ ഇന്ത്യ ഉൾപ്പെടെ 2-3 രാജ്യങ്ങളിലല്ലേ എയർലൈൻസ് ഉള്ളൂ. അത് നമുക്ക് കുറെ രാജ്യങ്ങളിലും കൂടെ എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് ഇപ്പോഴുള്ള നമ്മളുടെ ഫ്ലൈറ്റുകളുടെ എണ്ണം കൂട്ടണം. ഞാനും അമ്മയും കൂടി നേരത്തെ തീരുമാനിച്ചത് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ പുറകെ നടക്കാൻ ആർക്കും സമയമില്ലാത്തോണ്ട വേണ്ടെന്ന് വെച്ച്. ഇതിന്റെ പിറകെ നടക്കാൻ ഇപ്പൊ ഞാനുണ്ടല്ലോ. എനിക്കാണെങ്കിൽ ആവശ്യം പോലെ സമയമുണ്ട്. അതൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇനിയെങ്കിലും ഇതിനെ പറ്റി ആലോചിച്ചൂടെ? ആലോചിക്കാം. നമ്മുടെ കമ്പനി ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കമ്പനി തന്നെയാ. പക്ഷേ ചില പോരായ്മകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. അത് മാറ്റാനാ ഞാൻ ഈ ബുദ്ധി പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആർ ഡി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ കമ്പനി പെട്രോ കെമിക്കൽസിലും കൂടി ഒരു ചുവട് വെക്കുന്നത് നല്ലതാ. അതുവഴി പെട്രോൾ, ഡീസൽ, കെമിക്കൽസ് അങ്ങനെയുള്ളവയൊക്കെ നമ്മുടെ ഈ രാജ്യത്തിന്റെ പല പല ഭാഗത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്രയാ. താനീ പറഞ്ഞ 2 പരിപാടിയും നമുക്ക് വേണം നോക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ ഒന്നുമില്ല സാർ. സാറ് ധൈര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കോ, കൂടെ ഞാനുണ്ട്.